ഇന്നൊരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ്. ഈ കഥ തുടങ്ങുന്നത് കാശ്മീരിലെ മലയോര ഗ്രാമത്തിലാണ്. അവിടെ ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും താമസിച്ചിരുന്നു. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഈ 2 കുട്ടികളും ആ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഈ അച്ഛൻ്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നു ആ സമയം. പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കാലാവസ്ഥയാണ്. പക്ഷേ ആ മലനിരകളിലെ കാലാവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. മുത്തശ്ശി വീടിനകത്തിരുന്നിട്ട് ഈ 2 കുട്ടികൾക്കും കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ. ആ സമയത്ത് മുത്തശ്ശിവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് റാൻറ്റീസിനെ കുറിച്ച്. റാൻറ്റീസ് ഒരു മുടിയൊക്കെ അഴിച്ചിട്ട് കൂർത്ത പല്ലൊക്കെ വെച്ച് നടക്കുന്ന ഒരു പിശാശാണ്. ഈ പിശാശ് കുട്ടികളെയും ആണുങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുക. വൈകുന്നേരം 6:30 അല്ലെങ്കിൽ 7:30 ആവുമ്പോൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മുത്തശ്ശി ഈ കുട്ടികൾക്ക് വാർണിംഗ് കൊടുത്തു. കുട്ടികൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം മുത്തശ്ശി പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കും. ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പറയും, ഓക്കെ 6 മണിയായി, ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. എന്നിട്ട് അമ്മൂമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അമ്മൂമ്മ ഇറങ്ങുമ്പോൾ ഈ 2 കുട്ടികളും മുത്തശ്ശീനെ കളിയാക്കും. മുത്തശ്ശീനെ കളിയാക്കി പറയും, ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞതല്ല, ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഫേക്കാണെന്ന്, നിങ്ങൾ നുണ പറയാമെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഈ 2 കുട്ടികളുടെ അമ്മയ്ക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവരുടെ അടുത്തുള്ള മലനിരകളുടെ ഉള്ളിൽ റാൻറ്റീസ് എന്നൊരു പിശാശുള്ള കാര്യം അവർക്കറിയാം. അങ്ങനെ പതുക്കെ മഴ കനത്ത് വന്നു. മഞ്ഞും വീണിട്ട് ആകെ ഒരു പുക പോലെ മൂടി കിടക്കായിരുന്നു. അപ്പോൾ ഈ പിള്ളേരുടെ അമ്മ ഭർത്താവിനെ ഫോൺ വിളിച്ചു. ഭർത്താവ് വീടിനടുത്തുള്ള ഒരു കടയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറയും, മഴ പെയ്യുന്നുണ്ട്, മഞ്ഞും കൂടുതലാണ്, വഴി കാണാൻ പറ്റില്ല, കുറച്ച് നേരം കൂടെ കഴിയുകയാണെങ്കിൽ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറയും. അതും പറഞ്ഞ് അവൾ ഫോൺ വിളിച്ച് തിരിച്ച് അടുക്കിലേക്ക് പോകാൻ നേരം അവളുടെ മകൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അവൾ കണ്ടു. അമ്മ അവനെ തടഞ്ഞുകൊണ്ട് പറയും, പുറത്ത് മഴ പെയ്യാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആ മകൻ പറയും, കുഴപ്പമൊന്നുമില്ല അമ്മ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പുറത്ത് കളിക്കുന്നുണ്ട്, നോക്കി എല്ലാവരും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക, എനിക്കും പോകണം, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് ആ അമ്മ ഗ്രൗണ്ടിലേക്ക് നോക്കിയപ്പോൾ കാണും പിള്ളേരൊക്കെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും അവരുടെ കുട്ടികളുടെ മേലെ നിന്ന് കണ്ണെടുക്കാതെ അവരെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു. കാരണം ഈ അമ്മയ്ക്ക് മാത്രമല്ല മലനിരകളിലെ ആ പിശാചിനെ പേടി, കാശ്മീരിലെ എല്ലാവർക്കും അതിനെക്കുറിച്ച് പേടിയാണ്. അങ്ങനെ രേഷ്മ എന്നാണ് ഈ അമ്മയുടെ പേര്. രേഷ്മ ഇങ്ങനെ കുറച്ച് നേരം കുട്ടീനെ വാച്ച് ചെയ്തതിന് ശേഷം അവിടുത്തെ അന്തരീക്ഷമൊക്കെ കാമായിട്ട് അവൾക്ക് തോന്നി. എല്ലാവരും പീസ്ഫുള്ളായിട്ടിരിക്കുന്നു, എല്ലാം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് അവൾക്ക് തോന്നി. എന്നിട്ട് അവൾ വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോയി. അങ്ങനെ അവൾ തിരിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അവളൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ദൂരെ ഒരു മരത്തിൻ്റെ ബാക്കിൽ ആരോ ഒരാൾ കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവിടെ ആരോ ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെ നിൽക്കുക മാത്രമല്ല, ആ സാധനത്തിൻ്റെ കണ്ണ് കുട്ടികളുടെ മേലെയാണ്. ഇത്രയും മഞ്ഞിലും ഇരുട്ടിലും ഒരാൾ അത്രയും ദൂരെ നിന്ന് കുട്ടികളെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ രേഷ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. അപ്പോൾ രേഷ്മ പെട്ടെന്ന് അവളുടെ മകനെ വിളിക്കും, റഫീഖ് ഇവിടെ വാ, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു, നീ എന്താ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അസുഖം വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് റഫീഖിനെ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറ്റും. രേഷ്മ മകനെ വീടിനകത്തേക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള എല്ലാവരും എന്തോ ഒരു ഓഫായിട്ട് ഫീൽ ചെയ്തിട്ട് എല്ലാവരും അവരുടെ മക്കളെയും വിളിച്ച് വീടിനകത്തേക്ക് കയറ്റും. അങ്ങനെ റഫീഖിനകത്തേക്ക് കയറ്റിയിട്ട് ഈ അമ്മ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ രൂപം ഇപ്പോൾ കുറച്ചും കൂടെ ക്ലോസറായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. രേഷ്മ അപ്പോൾ പെട്ടെന്ന് റഫീഖിനെ അകത്തേക്ക് മാറ്റിയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോഴേക്കും മഴ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അവൾ പിന്നെ അവളുടെ ഭർത്താവിനെ ഫോൺ വിളിക്കും. എന്നിട്ട് പറയും, ഒരുപാട് നേരമായല്ലോ, ഭയങ്കര ലേറ്റ് ആയല്ലോ, നിങ്ങളെന്താ ഇതുവരെ വരാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഭർത്താവ് പറയും, ഭയങ്കര മഴയാണ്, എനിക്ക് കടയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, പേടിക്കേണ്ട, എൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ രേഷ്മ പറയും, ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് വരാൻ പറയും. അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ മകൾ സാറ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് പറയും, അച്ഛാ എനിക്ക് വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ ഈ അമ്മയും റഫീഖും ഒക്കെ ഇരുന്ന് ചിരിക്കും. കാരണം ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, പുറത്ത് മഴ പെയ്യുന്നു, അച്ഛന് വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, എന്നിട്ട് ഇവൾ ചോക്ലേറ്റ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ചിരിച്ച് എല്ലാവരുടെയും മൂഡൊക്കെ ഒന്ന് ലൈറ്റാവും, വീട്ടിലെ അന്തരീക്ഷമൊക്കെ ഒന്ന് കാമാവും, എല്ലാവരും പാനിക് ആവുന്നൊക്കെ നിർത്തും. അതിനുശേഷം കുറച്ച് സമയം കടന്നുപോയി. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും.
അപ്പോൾ ഇവരുടെ ഡോറിൽ തട്ട് വെക്കും. തട്ട് വെക്കുമ്പോൾ ഈ 2 പിള്ളേരും ഹാപ്പി ആവും. അച്ഛൻ വീട്ടിലേക്ക് വന്നു, അച്ഛൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇവർ എഴുന്നേക്കും. അപ്പോൾ രേഷ്മയ്ക്കൊരു സംശയം വരും. 10 മിനിറ്റ് മുന്നേ വിളിച്ചപ്പോഴാണ് വരാൻ പറ്റില്ല എന്ന് ഭർത്താവ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ഭർത്താവ് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തും എന്ന് രേഷ്മയ്ക്ക് സംശയം തോന്നി. പക്ഷേ എന്നാലും രേഷ്മ വാതിൽ തുറക്കും. വാതിൽ തുറക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ഭർത്താവിനെയാണ്. പക്ഷെ കാണാൻ അയാളെപ്പോലെ ഇല്ല. തൻ്റെ ഭർത്താവിൽ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുള്ള പോലെ. അപ്പോൾ രേഷ്മ ചോദിക്കും, നിങ്ങളെന്താ ഇത്ര നേരത്തെ വന്നേന്ന്? അപ്പോൾ ആൾ പറയും, ഞാൻ ഈ സമയത്തല്ലേ വരാറ്, നിനക്കെന്താ അറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ രേഷ്മ പറയും, ഒരു 10 മിനിറ്റ് മുന്നല്ലേ നമ്മൾ ഫോണിൽ സംസാരിച്ചേ, അപ്പോൾ അല്ലേ വരാൻ പറ്റില്ല എന്ന കാര്യം പറഞ്ഞേ. അപ്പോഴേക്കും അവരുടെ മോള് സാറ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും, അച്ഛൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ, ഞാൻ മിഠായി കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറ ഭയങ്കര ഡിസാർട്ടേൺഡ് ആയിപ്പോയി. 10 മിനിറ്റ് മുന്നാണ് ഫോണിൽ സംസാരിച്ചത്, എന്നിട്ടിപ്പോൾ മഴയൊക്കെ നനഞ്ഞ് മുടിയൊക്കെ മുഖത്തേക്ക് വീണ് കയറുന്നിട്ട് ആകെ അലങ്കോലായിട്ട് ഇവനിവിടെ വന്ന് നിൽക്കുന്നു. ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് ഇവൾക്ക് തോന്നിയില്ല. എന്നിട്ട് രേഷ്മ വിചാരിക്കും, ഓൾറെഡി ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെയാണ് വന്നേക്കണം, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രേഷ്മ പുള്ളിനെ വെറുതെ വിടും. ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് ഭാര്യ പറയും, നിങ്ങൾ പോയി കുളിക്കുക, ഞാൻ അപ്പോഴത്തേക്കും ഫുഡ് എടുത്ത് വയ്ക്കാമെന്ന്. അങ്ങനെ ഈ ഭർത്താവ് ബാത്റൂമിൻ്റെ അവിടേക്ക് നടന്നു പോകുന്നത് രേഷ്മ ഇങ്ങനെ നോക്കിക്കോ. പുള്ളി സ്ട്രെയിറ്റ് ആയിട്ടല്ല നടക്കുന്നുണ്ടായിരുന്നത്. ആളിങ്ങനെ ആടി ആടി സിഗ്സാക്ക് പോലെയൊക്കെ നടന്ന്. പിന്നെ രേഷ്മ അയാളെ കുളിക്കാനാണ് പറഞ്ഞു വിട്ടത്. പക്ഷെ ആൾ പോകുന്നത് ബാത്റൂമിൻ്റെ വഴി കൂടെയേ അല്ല. ആൾ നേരെ നടന്ന് സാറയുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. എന്നിട്ട് ആ ഡോറ് തുറക്കാൻ ശ്രമിക്കായിരുന്നു. അയാൾ സാറയുടെ റൂമിൻ്റെ ഹാൻഡിൽ പിടിച്ച് തുറക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് രേഷ്മ വിളിച്ച് പറയും, ഷാഹിദ് അത് ബാത്റൂം അല്ല, സാറയുടെ റൂമാണെന്ന് പറയും. അപ്പോൾ ഷാഹിദ് പതുക്കെ അവളുടെ നേരെ തിരിഞ്ഞിട്ട് ഒരു ക്രീപ്പിയസ്റ്റ് ചിരി ചിരിക്കും. ആ ചിരി കണ്ടിട്ട് രേഷ്മയ്ക്ക് അതൊരു മനുഷ്യൻ ചിരിക്കുന്നത് പോലെ തോന്നിയില്ല. അത് കണ്ടിട്ട് രേഷ്മയ്ക്ക് ഭയങ്കര പേടിയായി. എന്നിട്ട് ഷാഹിദ് അവിടെ നിന്ന് മാറി ബാത്റൂമിലേക്ക് പോയി. അയാൾ ബാത്റൂമിലേക്ക് കയറിയ വശം രേഷ്മ ഫോൺ എടുത്തിട്ട് ഹാളിലേക്ക് മാറി നിന്നിട്ട് ഷാഹിദിൻ്റെ കടയിലേക്ക് ഫോൺ ചെയ്യും. ഫോൺ ചെയ്തപ്പോൾ കോൾ എടുത്തത് ഷാഹിദ് തന്നെയായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഷാഹിദിൻ്റെ ശബ്ദം കേട്ടപ്പോൾ രേഷ്മയ്ക്ക് പേടിയായി. അവളപ്പോൾ ഇത് അവളുടെ ഭർത്താവ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഒന്നും കൂടി ചോദിക്കും, ഞാൻ ഈ സംസാരിക്കുന്നത് ഷാഹിദിനോട് തന്നെയാണോ എന്ന് അവൾ ചോദിക്കും. അപ്പോൾ ഷാഹിദ് ചിരിച്ചുകൊണ്ട് പറയും, അതെ, നിൻ്റെ അടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത്, ഞാൻ സാറയ്ക്ക് വേണ്ടി ചോക്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ തന്നെ കടയിൽ നിന്ന് ഇറങ്ങുമെന്ന്. ഇത് കേട്ടിട്ട് രേഷ്മ പറയും, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ അത്ര പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരണം. അതും പറഞ്ഞ് രേഷ്മ ഫോൺ കട്ട് ചെയ്ത് പിന്നിലേക്ക് തിരിഞ്ഞതും ഷാഹിദ് അവളുടെ കണ്ണിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. പക്ഷേ ഇത്തവണ അവൾക്ക് നല്ല പോലെ അറിയായിരുന്നു അവളുടെ മുന്നിൽ നിൽക്കുന്നത് ഷാഹിദ് അല്ല എന്ന്, ഇത് വേറെന്തോ ആണെന്ന്. രേഷ്മ നടന്ന് അവളുടെ മകൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയും, നേരത്തെ മുത്തശ്ശി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കഥ ഓർമ്മയില്ലേ, റാണ്ടീസിനെ കുറിച്ച്? നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ അച്ഛനില്ലേ, അത് ശരിക്കും നിങ്ങളുടെ അച്ഛനല്ല, അത് ഷാഹിദല്ല, അത് നിങ്ങൾക്ക് അമ്മൂമ്മ പറഞ്ഞ കഥയിലെ റാണ്ടീസാണ്. ഈ റാണ്ടീസ് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. കാരണം ഈ വന്നിരിക്കുന്ന സാധനം അതെന്തോ ആയിക്കോട്ടെ, അത് വളരെ മോശമാണ്. അത് നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ കേട്ടിട്ട് റഫീഖിന് അങ്ങോട്ട് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ റഫീഖ് തൻ്റെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഒന്ന് എത്തിച്ചു നോക്കി. അപ്പോൾ അവനവിടെ കണ്ടത് അവൻ്റെ അച്ഛനെയല്ല, റാണ്ടീസിനെ ആയിരുന്നു. ഭീകരരൂപവും നീണ്ടു കറുത്ത നഖങ്ങളും ഒരുമാതിരി ചീഞ്ഞ പോലെ തോന്നിക്കുന്ന ചുണ്ടുകളും അതിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്ന ഷാർപ്പായിട്ടുള്ള പല്ലുകളും അതിൻ്റെ വായിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം അടിക്കുന്നുണ്ടായിരുന്നു. ഈ രൂപം കണ്ട് റഫീഖും അമ്മയും സാറയും എല്ലാവരും വളരെ ഉച്ചത്തിൽ അലറി വിളിച്ചു. അവർ അലറുന്ന ശബ്ദം അവരുടെ വീടിനടുത്തുള്ള എല്ലാവരും കേൾക്കുന്ന തരത്തിലായിരുന്നു. ശബ്ദം കേട്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അവരുടെ വീടിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി.
അത്രയധികം ആളുകൾ അവിടെ ഓടിക്കോടിയോണ്ടാണോ എന്നറിയില്ല, ആ ഒരു പിശാച് അവരുടെ മേലെ നിന്ന് കണ്ണുകളെടുക്കാതെ പതുക്കെ പതുക്കെ ഒരു ചെറിയ സ്റ്റെപ്പുകളെടുത്ത് അവരുടെ വീടിൻ്റെ പിൻവശത്തു കൂടെ ഇറങ്ങിപ്പോയി. അവിടെ മിക്ക ആൾക്കാരും വിശ്വസിക്കുന്നത് ഇത് വെറും ഒരു കഥയല്ല, ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. പലരും ഈ ഒരു റോൺറ്റിസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്.